കുന്നത്തനാട് മണ്ഡലത്തിൽ നവകേരള സദസ്സിന് ലഭിച്ചത് ആവേശോജ്വല സ്വീകരണം. നവകേരള സദസ്സിന്റെ അവസാന വേദിയായ കോലഞ്ചേരിയിലേക്ക് ഒഴുകിയെത്തിയത് ജനസാഗരമാണ്. ബഹിഷ്കരണത്തിന് പുറമെ പ്രകോപനം സൃഷ്ടിച്ച നവകേരള സദസ്സിനെ പരാജയപ്പെടുത്താമെന്ന പ്രതിപക്ഷ നേതാവിന്റെ അതിമോഹം ഇവിടെ ചെലവാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടാണ് കുന്നത്തനാട് മണ്ഡലത്തിലെ നവകേരള സദസ്സിന് വേദിയായത്. നാടിന്റെ പ്രശ്നങ്ങൾ അറിയാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ ആയിരങ്ങളാണ് സെന്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. നവകേരള സദസ്സിൽ പങ്കെടുക്കാനെത്തിയ ജനസഞ്ചയം നിറഞ്ഞ കയ്യടികളോടെയാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരവേറ്റത്. ബഹിഷ്കരണത്തിന് പുറമെ പ്രകോപനം സൃഷ്ടിച്ച നവകേരള സദസ്സിനെ പരാജയപ്പെടുത്താമെന്ന പ്രതിപക്ഷ നേതാവിന്റെ അതിമോഹം ഇവിടെ ചെലവാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ ആ അതിമോഹമൊന്നും ഇവിടെ ചെലവാകില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് ഞങ്ങൾ ഈ സംരക്ഷണത്തിലാണ്, ബഹുജനങ്ങളുടെ സംരക്ഷണത്തിലാണ്. നിങ്ങൾ ഏത് മുതിർന്നവരാണ് ഈ ബഹുജനങ്ങളെ നേരിടാൻ വരിക? ഇവിടെ ഇപ്പോൾ എല്ലാ തരക്കാരും ഉണ്ടല്ലോ. നമ്മുടെ ആദരണീയരായ വൈദികർ തൊട്ട് ചെറുപ്പക്കാർ വരെ കുട്ടികൾ വരെയുള്ള എല്ലാ തരത്തിലും പെട്ട ആൾക്കാർ ഇവിടെ അടങ്ങിയിട്ടുണ്ട്. അവരെ ആകെ നേരിട്ട് കളിയുന്നതാണോ? നേരിടേണ്ടത് അവരെയല്ലേ. ഞങ്ങളെ നേരിടുന്നെന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള നേരിടല്ലേ ഇവർ. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? കേരളത്തെ വലിയ തോതിൽ അവഗണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? കുന്നത്തനാട് മണ്ഡലം MLA PV ശ്രീനിജൻ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ മന്ത്രിമാരായ വീണ ജോർജ്, VN വാസവൻ, KB ഗണേഷ് കുമാർ എന്നിവരും സംസാരിച്ചു. 5000-ത്തിലധികം പേർക്ക് ഇരിക്കാവുന്ന കൂറ്റൻ പന്തലാണ് കോലഞ്ചേരിയിൽ ഒരുക്കിയതെങ്കിലും പന്തലിന് പുറത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. പൊതുജനങ്ങളുടെ പരാതി സ്വീകരിക്കാനായി 26 കൗണ്ടറുകളാണ് പ്രവർത്തിച്ചത്. നവകേരള സദസ്സിന് മുന്നോടിയായി കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. കൈരളി ന്യൂസ്, കൊച്ചി.